ജാസ്മിന്റെ വാപ്പയും ഉമ്മയും വന്നു പോയതിനു ശേഷം ജാസ്മിൻ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സായിയുടെ അടുത്തും അഭിഷേകിന്റെ അടുത്തും. വാപ്പ വന്നിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗബ്രീരെ ഫോട്ടോ എടുത്തു മാറ്റി, ഗബ്രീരെ മാല എടുത്തു മാറ്റി. അത് രണ്ടും ബിഗ് ബോസിനെ ഏൽപ്പിച്ചു. കൺഫെഷൻ റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതിനു മുൻപ് തന്നെ അവിടെ ക്യാമറ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിത് സ്റ്റോർ റൂമിൽ വെക്കണം, സ്റ്റോർ റൂം ഒന്ന് തുറന്നു തരുമെന്ന് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബിഗ് ബോസ് സ്റ്റോർ റൂം തുറന്നില്ല. കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് അവിടെ വെച്ച് പോയിക്കോളൂ എന്ന് പറയുകയായിരുന്നു. അപ്പോൾ അത് മാത്രമാണോ കൊണ്ടുപോയത് എന്നുള്ള കാര്യത്തിൽ അവിടെ സംശയം ചോദിക്കുകയാണ് അവിടെ സായി. അപ്പോൾ പറയുന്നുണ്ട് അത് രണ്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ബോട്ടിൽ കൊണ്ടുപോയില്ലേ, മാറ്റിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കൊണ്ടുപോയില്ല, അത് മാത്രമാണ് അവിടെ വെച്ചത്. ഞാൻ പറഞ്ഞു ആ ബോട്ടിൽ ഞാൻ എടുക്കാറില്ല, ഞാൻ ഉപയോഗിക്കാറില്ല, അത് അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അത്രയും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ബോട്ടിൽ മാത്രം അവിടെ വെച്ചിട്ട് പോയത് എന്ന് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ട് അഭിഷേക് ആണെങ്കിലും സായി ആണെങ്കിലും പറയുന്നുണ്ട്, അത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ പുറത്ത് നിന്ന് ഗബ്രി ഇതൊക്കെ കാണുന്ന സമയത്ത് ഗബ്രിക്ക് അത് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അവന്റെ ഫോട്ടോയും മാലയും എടുത്തു വെച്ചുകൊണ്ട് നീ സംസാരിക്കുന്നു, നീ ഇതൊക്കെ കാണിക്കുമ്പോൾ അവന് ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവും, വിഷമിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ ചെയ്തത്. അങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സായിയും അഭിഷേകും അവിടെ ഉപദേശിക്കുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിന്റെ അടുത്ത്. അതെന്തായാലും അതൊന്നല്ല കാരണം, ജാസ്മിന്റെ വാപ്പയ്ക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അത് മാറ്റി എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിട്ട് മോളടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി അഫ്സലിനെ ഓർക്ക്, അഫ്സലില്ലേ കൂടെ, അഫ്സലാണ് എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കിയത്, അപ്പൊ ഇനി അഫ്സലിനെ ഓർക്കാനായിട്ട് ഇരിക്കുക, എന്തെങ്കിലും വിഷമം വരുമ്പോൾ അവൻ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വിവാഹം മുടങ്ങി എന്നുള്ള കാര്യമൊക്കെ അവിടെ വന്ന് സായി പറഞ്ഞതാണ്. പക്ഷെ അതൊന്നും വിശ്വസിക്കേണ്ട, അതൊക്കെ അവർ പറയുന്നതല്ലേ. ഇനിയിപ്പോ പുറത്ത് എന്ത് നടന്നാലും നമ്മളുണ്ട് കൂടെ, ഇനിയിപ്പോൾ ആരൊക്കെ മോളെ ഇട്ടേച്ച് പോയാലും വാപ്പയും ഉമ്മയും ഉണ്ട് കൂടെ എന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാപ്പയും ഉമ്മയും വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങളാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജാസ്മിനെ വീണ്ടും സ്വീകരിച്ചോ അഫ്സൽ എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.